നന്ദി, നമസ്കാരം. ആദ്യമായിട്ട് പ്രാർത്ഥന. ഒരു നിമിഷം നമ്മൾ കണ്ണുകളെ അടച്ച് കൈകൾ ഇതേപോലെ കയ്യിലേക്ക് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. മൗനമായി അവസരത്തില് ഒരു പുഞ്ചിരി നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ കൃത്രിമമായെങ്കിലും കൊണ്ടുവരുവാൻ ശ്രമിക്കും. ഏകദേശം ഒരു മിനിറ്റോളം നമ്മൾ ഈ രീതിയിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. ശേഷം ദീർഘപ്രണാമമാണ്. കൈകളെ ഏറ്റി ബട്ടക്സ് വായ മുട്ടൊക്കെ ദീർഘപ്രണാമം ചെയ്യാം. ഇന്ന് നമ്മൾ ചെയ്യുന്ന യോഗാസനം, അപ്പം നമ്മൾ ആദ്യമേ ചെയ്തത് സൂര്യ നമസ്കാരം, അത് കഴിഞ്ഞ് വജ്രാസനത്തിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്നത് മറ്റൊരു ആസനമാണ്. അല്പം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ആസനമാണ് ഇത്. എന്താ ചെയ്താൽ വളരെയേറെ ഗുണം കിട്ടുന്നതാണ്. നിങ്ങളുടെ ശ്രദ്ധയെ വർദ്ധിപ്പിക്കാൻ പറ്റിയ ഒരു ആസനമാണ്. നമുക്ക് തുടങ്ങാം. ഈ രീതിയിൽ വരിക. ഏകദേശം മുട്ടുകളെ നിങ്ങളുടെ രണ്ട് കാലുകളും ഈ കൈമുട്ടിന്റെ ഇതേ പൊസിഷനിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ഈ കാലിൻ്റെ ഈ രണ്ട് ഭാഗവും കൈയുടെ മുട്ടിലേക്ക് ഏകദേശം അടുപ്പിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ രീതിയിൽ ഉയരുക. നോട്ടം മേളിലേക്ക് നല്ല ഇതാണ് ബകാസനം. ഇന്നത്തെ നമ്മളുടെ ഓരോ ദിവസവും ഓരോ ആസനമാണ് പരിചയപ്പെടുത്തുന്നത്. അപ്പം ഇതുകൊണ്ട് അനവധി ഗുണങ്ങളാകുന്നത് നിങ്ങളുടെ ശ്രദ്ധ, അതുപോലെ തന്നെ ശാരീരികമായ പലവിധ ഗുണങ്ങൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇന്നത്തെ സെഷൻ പൂർണ്ണമാകുന്നു. തുടർന്നുള്ളത് നാളെ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് പരിചയപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.